ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും റാഹത്തല്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ രാവിലെ തന്നെ ചായപ്പടയിലാണ് കേട്ടോ. ചായക്ക് മദ്രസ പൊന്നൂസിനും മനൂട്ടിനും മദ്രസ ഉണ്ട് രാവിലെ കേട്ടോ. ഒരു 6:15 മദ്രസ തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കും ചായയൊക്കെ കൂട്ടുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കടി തിന്നും, ചിലപ്പോൾ ഒന്നും തിന്നൂല കേട്ടോ. കാൽച്ചായ മാത്രം കുടിച്ച് പോവും. 7:30 ആകുമ്പോൾ തന്നെ മദ്രസ വിട്ട് വരും മനൂട്ടിന്. മറ്റോള് പിന്നെ 8:30 എത്തണമെങ്കിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ചായക്കടിയൊക്കെ തിന്നൽ. ചിലപ്പോൾ ദോശ ചുട്ട് കൊടുക്കും, ചിലപ്പോൾ ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കാൽച്ചായ തന്നെ കുടിച്ചിട്ട് പോവലാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് മോളെ പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ചെറുതായിട്ടൊരു കുറുമ്പാണ് കേട്ടോ. ചിലപ്പോഴാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ നടന്നിരുന്ന് ഇങ്ങനെ നേരം വൈകൂട്ടാ പറഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കണേ കുറച്ചൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എഡിറ്റ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാകുമ്പോൾ സൗണ്ടൊന്നും ഉണ്ടാവില്ല, കാരണം മറ്റേ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നാണ് സ്വസ്ഥമായിട്ട് തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നതാണ്. കുറച്ച് ചെറുതായിട്ടൊരു 7 മണി ആവാനായിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുറ്റടിക്കാനുണ്ട്, പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓലക്കൊടി ഉണ്ട് വെട്ടിരിയാൻ, അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ്. 2 ദിവസമായി ഓലക്കൊടി ഇങ്ങനെ വെട്ടിരിയാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീക്കണ പോലത്തിന് എണീച്ചിക്കണ്. എന്നൊരു 5:30 മണിയൊക്കെ ആവും എണീക്കാൻ, ഒരു 5:15 ആവും. ഇതൊരു 5 മണിക്ക് എണീറ്റിട്ടുണ്ടോ. അപ്പോൾ എണീറ്റ് കാടമുട്ടയെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ പൊന്നൂസും മനൂട്ടിനും മദ്രസക്കൊക്കെ പോയി വരാറായിട്ടാണ്. മദ്രസക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ പൊന്നൂസിന് ആയിരുന്നു കൊടുക്കണപ്പോൾ ഒരു ദോശ ചുട്ടെടുത്തിട്ടാണ് പൊന്നൂന്. മനു പിന്നെ ചായയും കുടിച്ച് കാണുക മദ്രസക്കൊക്കെ പോയി വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പത്തിരി ഇന്നലെ ഇറച്ചി ഉണ്ടായിരുന്നു, ഇറച്ചി വരട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വൈകുന്നേരം വരട്ടിയത്, അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് നല്ല ഇറച്ചി ഉണ്ടായാലും പിന്നെ കട്ടിപ്പത്തി തന്നെ രസം. അപ്പോൾ ഇതാ ഞാനിവിടെ പത്തിരിയൊക്കെ കണ്ടില്ല, പത്തിരിയൊക്കെ വാട്ടി വെച്ചേക്കണ്. ഇന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ്, ഇപ്പോൾ പണിയെടുക്കാനും അടുക്കളയ്ക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. മുറ്റൊന്ന് അടിച്ചായിരുന്നു, മുറ്റത്തൊക്കെ ഒന്ന് ചണ്ടിയൊക്കെ ഒന്ന് കുറവാവട്ടെ എന്ന് വിചാരിച്ചിക്കാണ്ട് ഒരു ചണ്ടിയൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം അല്ലെങ്കിൽ തോണ്ടി അങ്ങോട്ട് കിട്ടൂല മുറ്റത്തുനിന്ന്. അതൊക്കെ ഒന്ന് വെയിലൊന്ന് കൊള്ളട്ടെ വിചാരിച്ച് മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. ഭയങ്കര തണുപ്പ്, അല്ലെങ്കിലേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് മഞ്ഞാണ്, അപ്പോൾ അതുകൊണ്ട് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഏതായാലും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചായയും കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. കുട്ടികളൊക്കെ എണീറ്റിട്ടില്ല, എല്ലാം അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടം, നമ്മുടെ കുഞ്ഞു വ്ളോഗൊക്കെയാണ്, കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പത്തിരി ഒന്ന് പരത്തിരിക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ പത്തിരി പരിപാടി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പത്തിരി കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചുട്ട് ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യക്കൂട്ടനൊക്കെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ എണീക്കും. മറ്റുള്ള അച്ചൂട്ടിയും ഒക്കെ എല്ലാവരും എണീക്കാറായിട്ടാ. നമ്മൾ അച്ചൂട്ടിയൊക്കെ എണീറ്റ് വന്നാണ് ചായയൊക്കെ ഉത്തിറക്കണം കേട്ടോ. അച്ചൂട്ടി
ചായക്ക് ഇരിക്കാണ്. അച്ചു രായി പറയൂ. ചുടി ഓള് മുണ്ടൂല. ചായ ചൂടല്ലോ ചായ. എൻ്റെ അച്ചുട്ടിക്ക് പിന്നെ വന്നാൽ ചായ കിട്ടണം. അപ്പം ചായക്ക് വേണ്ടിയിട്ടാണ് ഓള് മുണ്ടാതിരിക്കുന്നത്. ചായ കൊടുത്താലേ ഓള് മുണ്ടോളൂ കേട്ടോ. ചൂടാണ് കേട്ടോ ഇത്. പഞ്ചസാരൻ്റെ പാത്രത്തിൽ കറുവപ്പൂ ഇട്ട് വെച്ചതാണ് കേട്ടോ, ഉറുമ്പ് വന്നിട്ട്. അതാണ് ഓളം മുണ്ടാട്ടമൊക്കെ കുറവ്. അങ്ങനെ ഇതാ ചോറിന് അങ്ങോട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ്റിന് വെള്ളമൊക്കെ വെച്ച് വെട്ടി തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഗ്യാസുമ്മ തന്നെ വെക്കും. റേഷൻ അരി ആണെങ്കിൽ ഗ്യാസുമ്മ തന്നെയാണ് വെക്കും കേട്ടോ, തീ പിടിപ്പിക്കൂല. അപ്പോൾ ഇന്ന് നല്ല വേവുള്ള അരിയാണ്, അതുകൊണ്ട് തന്നെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇന്ന് നേരത്തെ തന്നെ കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട ചിക്കന്. അപ്പോൾ അത് രാവിലെ തന്നെ ഇന്നലെ കൊണ്ടുവന്ന ചിക്കനായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി നമുക്ക് ചായക്കടിക്ക് കൊടുക്കാം, പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറച്ചി വരട്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താണ് മസാല ഒക്കെ കുറവാണ്. ചിക്കൻ മസാല ഇട്ടെങ്കിലേ ഇറച്ചിക്ക് രസമുള്ളൂ കേട്ടോ. ചിക്കൻ മസാല തീർന്നും ചെയ്തിരുന്നു. അപ്പോൾ ഉള്ളതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ ചേന പൊരിച്ചെടുക്കുകയാണ്. ചേന പൊരിച്ചെടുക്കാനായിട്ട് അവിടെ നന്നായിട്ടൊരു മസാലയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ചേന ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ല ചൊറിയൂല്ലേ. പക്ഷെ എനിക്ക് ചേന ഒന്നും ചൊറിയൂല കേട്ടോ. എനിക്ക് ചേന നല്ലോണം കഴുകിയാലും മസാല ഇട്ട് കുഴച്ചാലും ഒന്നും അരിഞ്ഞാലും ഒന്നും ചൊറിയൂല കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും പറയും എന്താ എനിക്ക് ചേന ചൊറിയാത്തതെന്ന്. എനിക്ക് ചേനയും പൂളിയും ചേമ്പും ഒന്നും ചൊറിയൂല കേട്ടോ എൻ്റെ കയ്യിന്. അപ്പോൾ ഇതാ ഞാനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ചേന ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേനപ്പൊരി എന്ന് പറഞ്ഞിട്ട്. കുറേ കാലമായിട്ട് ചേന പൊരിച്ചത് തിന്നിട്ടിപ്പോൾ. അപ്പോൾ ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ നല്ല നാടൻ ചേന കണ്ടപ്പോൾ ഇക്ക വാങ്ങി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കറിയും കൂടി വെക്കാനുണ്ട് കേട്ടോ. കറി വെച്ചിട്ടില്ല. നമ്മൾ അടുക്കളയിലെ പണിയാണ് കഴിഞ്ഞാൽ അടുക്കള മൊത്തം എരപ്പായിട്ടുണ്ടാവും അല്ലേ. ഉള്ളിയും തക്കാളിയും സവാള എല്ലാത്തിനും ആ ചപ്പും ചവറും ഒന്നായിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ഞാനങ്ങോട്ട് അടിച്ചേരിട്ടിട്ടുണ്ട്. ഞാൻ അടിച്ചേരലും തുടക്കലും ഒക്കെ പരിപാടികൾ. അപ്പോൾ ഇതാ ഞാനിവിടെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ മക്കൾ മാതോളി റെഡിയാക്കിയിട്ടുണ്ട്. മാതോളിയൊക്കെ ഇപ്പം മാതോളിൻ്റെ കാലമാണല്ലോ അല്ലേ. അപ്പോൾ കുട്ടികൾ അടുത്ത അവിടെ മദ്രസക്ക് പോകേണ്ട വീട്ടിൽ നിറയെ മാതോളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മാതോളി കൊണ്ടുവരും കേട്ടോ. അതാണ് ഓലെ പരിപാടി. അപ്പം അത് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിച്ച് തിന്നും. അപ്പോൾ അതിൻ്റെ ചവറൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ ചേന ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേന ആദ്യം ഒന്ന് ജസ്റ്റ് കുറഞ്ഞതിൽ മൂടി വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചിലവ് ഓയിലിൽ തന്നെ നമുക്ക് നല്ലോണം വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ തക്കാളി അങ്ങോട്ട് താളിച്ചെടുക്കണം കേട്ടോ. ഇറച്ചി കറി നിന്ന് വെക്കണൊരു തക്കാളി കറിയാണ്. കുറേ തക്കാളി ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 2 കിലോന് കിട്ടിയപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ കുറേ തക്കാളിയുണ്ട്. തക്കാളിക്കറി എനിക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇക്കാൾക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം തക്കാളിക്കറി. അപ്പോൾ ഞാനങ്ങോട്ട് തക്കാളി അങ്ങോട്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ട് അങ്ങോട്ട് താളിപ്പം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വാണ്ടികൾക്ക് ഇറച്ചിയിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്, കറി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി വാണ്ടികൾക്ക് ഇറച്ചി കൂട്ടും ചെയ്യട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. ചേന പൊരിച്ചുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണ തീരൂലേ. അപ്പോൾ അപ്പോൾ നല്ലോണം മൂടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വല്ലാതെ പെട്ടെന്നൊന്നും എണ്ണ കുറയൂല കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ പറ്റേ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയൊക്കെ പൊളി തുടങ്ങിയിരിക്കണ്. കുറച്ചും കൂടി ഉണ്ട് പൊളിച്ച് കഴിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ മഴ അങ്ങനെ ചാറിക്കൊണ്ട് മഴൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പൊളിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയും കൂടി പൊളിച്ചിട്ടിട്ട് വേണം കൊണ്ടുവരാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ഇങ്ങോട്ട് ഇത് ഒക്കൂല കേട്ടോ. കാരണം
എന്താ വെളിച്ചെണ്ണ തേച്ചാൽ തികയില്ലല്ലോ. നമ്മൾ ഇടയ്ക്ക് പിന്നെ പൊരിക്കാനൊക്കെ ഇപ്പോൾ ഓയിൽ തന്നെ എടുക്കുക. ഇപ്പോൾ മീൻ പൊരിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇപ്പോൾ ഓയിൽ കൊണ്ടുവരും, അല്ലാത്തതിന് വെളിച്ചെണ്ണ വാങ്ങലാണ് കേട്ടോ. അപ്പം ഇപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിലും നമ്മൾ പെരയിൽ ആട്ടണ അത് കിട്ടൂല, നമുക്ക് വാങ്ങി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര വിലയാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഒരുവിധമൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി പൊളിച്ചെടുക്കാനുണ്ട്. അതും കൂടി പൊളിക്കണ തിരക്കിലാണ് ഇപ്പോൾ കേട്ടോ. അതാണ് കുറേ ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ നേരം കിട്ടാത്തത്. അങ്ങനെ നമ്മുടെ ചേനപ്പൊരി ഏകദേശമൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അകൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കുക, തിരുമ്പി കുളിക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചേന പൊരിച്ചതിന് കണ്ടഞ്ഞ് പാത്രത്തിലിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് തിന്നണം കുട്ടികൾക്ക് കേട്ടോ. ചേനപ്പൊരി ഉരുളങ്കിഴങ്ങ് പൊരിയൊക്കെ അങ്ങനെ ചോറ് തിന്നാനാകുമ്പോഴത്തേന് കൂട്ടാണ്ടാവില്ല. അങ്ങനെ എല്ലാ പരിയിലെ മക്കളും അങ്ങനെ തന്നെ ആയിക്കാറല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.